Hi guys, welcome back to my drama explainer. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കുട്ടി ഡിസ്ക്ലൈമർ പറയുവാണ് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും മാറ്റി പറയേണ്ടി വന്നേക്കാം. കാരണം ഇനി മുതലാണ് ഈ സ്റ്റോറിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ പോകുന്നത്. ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇനി കാണിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സാവൻ പെക് ഫാമിലിയിൽ പെട്ട ഒരാളല്ല എന്ന് ഹീജു അറിയുകയും അവനൊരു ഫയർ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നത് കാണിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നില്ലേ 8ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു പോയ ഈന ഹീജുവിനോട് സാവനെ കുറിച്ചും അവന്റെ ഫാമിലിയെ കുറിച്ചും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് 9ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. എനിക്കിത് പറയാൻ അവകാശം ഇല്ലാന്ന് എന്നാലും ഇനിയും നീ പറ്റിക്കപ്പെടരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിന്റെ അമ്മ നിർബന്ധിച്ചതുകൊണ്ടാണ് നിനക്ക് സാവുനെ വിവാഹം കഴിക്കേണ്ടി വന്നേ. എന്നാൽ സാവുന്റെ ഫാമിലി തുടക്കം മുതലേ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ഈന ഹീജുവിനോട് പറയുവാണ്. ഹീജു ആണെങ്കിൽ ഒരു പ്രതികരണവും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അവന്റെ ഫാമിലി നമ്മുടെ ഫാമിലിയിൽ നിന്നും ഇത്ര കാര്യമായിട്ട് എന്താ മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വേണമെങ്കിൽ ഞാൻ സാവുനെ മീറ്റ് ചെയ്ത് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഈനയോട് ഇത് എന്റെ ചോയ്സ് ആണ് എന്ന് ഹീജു പറയുന്നത് കേട്ട് ഈന അവളെ ഷോക്കായി നോക്കുന്നു. കാരണം ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് ഹീജു അവളോട് സംസാരിക്കുന്നേ. അമ്മ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചേച്ചിക്ക് പകരമായിട്ടോ ഒന്നും അല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേ. ഞാനാണ് സാവുനെ ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, അവന് മാത്രമല്ല സീക്രട്ട് ഉള്ളത്. ഞാനും അവനെ ചതിച്ചിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന കാര്യം മറച്ചു വെച്ച് ഞാൻ എല്ലാവരെയും ചതിക്കുമായിരുന്നു എന്ന് ഹീജു പറയുന്നു. ഈനയാണെങ്കിൽ അവള് പറഞ്ഞ കാര്യങ്ങളല്ല, അവള് സംസാരിച്ചല്ലോ എന്ന കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നിന്റെ വോയിസ്, കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈന, ഞാൻ പറയുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചെറുപ്പത്തിൽ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് നിന്റെ അമ്മയെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു അനിയത്തി വന്നപ്പോൾ എനിക്ക് വിയേർഡായിട്ടാ ഫീൽ ചെയ്തേ. പക്ഷേ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചപ്പോൾ ആ വോയിസ് എനിക്ക് ഒരുപാട് അഡോറബിൾ ആയിട്ടാ തോന്നിയേ. എന്നെ ചേച്ചിന്ന് വിളിക്കാൻ വേണ്ടി ഒരു അനിയത്തിയെ കിട്ടിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു. ഹീജു ആണെങ്കിൽ ഇതായിരിക്കും മീനയുടെ വായെന്ന് വരികയെന്ന് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരം കൊടുക്കാൻ അവളെ കൊണ്ട് സാധിക്കുന്നുമില്ല. അവളെ DNA ടെസ്റ്റ് റിസൾട്ടിന്റെ ഡോക്യുമെന്റ് നോക്കിക്കൊണ്ട് ഇതാരായിരുന്നു നിനക്ക് സെൻഡ് ചെയ്തേ എന്ന് ചോദിക്കുന്നു. അതെനിക്കറിയില്ല. എന്റെ അച്ഛനോടും നിന്റെ അമ്മയോടും ഞാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും അല്ലാന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായേ. ഈ വിവാഹം നടക്കരുത് എന്ന് ഉറപ്പുള്ള ആരോ ആണ് ഈ ഡോക്യുമെന്റ് സെൻഡ് ചെയ്തത് എന്ന് ഈന പറയുന്നു. എന്നാലും അനിയത്തിയെ എങ്ങനെയെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കിടക്കുന്ന ഈനയെ ആയിരുന്നല്ലോ ഞാൻ സംശയിച്ചേ. അപ്പൊ എന്തായാലും വില്ലന്റെ പേര് എഴുതിയ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഈനയുടെ പേര് വെട്ടുവാണ്. ബൈ ദ വേ, നമ്മുടെ സാവൻ എന്താ സംഭവിച്ചേന്ന് അറിയണ്ടേ? അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് അയാളെ താങ്ങി പിടിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അയാൾക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ. സാവനെ കാണുന്നതും നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്നാണ് അവനോട് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് എത്തണം എന്നാണ് സാവൻ പറയുന്നത്. എന്നാൽ അയാളാണെങ്കിൽ അവൻ നിന്റെ പുറകെയാണുള്ളത് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സാവന്റെ പിടിപിടിക്കാൻ നോക്കുവാണ്. എനിക്കിത് കണ്ടപ്പോ ദേഷ്യം വന്നേ. ഇങ്ങനെ ഇത് എന്തുവാ ചെയ്യുന്നത്? അവനെ എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ച് പുറത്തേക്ക് എത്തിക്കാൻ നോക്കുമ്പോ ആ തീ തന്നെ കിടക്കാൻ പോവാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാവൻ അയാളെ റൂമിൽ നിന്ന് ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അധികം അയാളെ കൊണ്ട് മുന്നിലേക്ക് നടക്കാൻ സാവന് പറ്റുന്നില്ല. കാരണം റൂഫിന്റെ ഒരു ഭാഗം കത്തിപ്പിടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം തട്ടിയിട്ട് പിന്നെയും രണ്ടുപേരും നിലത്തേക്ക് വീണു പോവാണ്. ഇവിടെ ഹീജു ആണെങ്കിൽ സാവനെ എത്ര തന്നെ വിളിച്ചു നോക്കിയിട്ടും കിട്ടാത്തത് കാരണം മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിനെ വിളിക്കുവാണ് കേട്ടോ. സാവനെ കാണാതായിട്ട് ആകെ 6 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇനി ഫയൽ ചെയ്യണമെങ്കിൽ തന്നെ മിസ്സിംഗ് ആയ ആൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടാവണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോലീസ് പറയുന്നു. ഇത് കേൾക്കുന്നതും ഹീജു, എന്റെ ഹസ്ബൻഡിനെതിരെ ക്രൈം നടന്നിട്ടുണ്ട്. ഒരു പ്രാന്തൻ അവന്റെ ഓഫീസിന് തീയിട്ടിട്ടുണ്ടായിരുന്നു. ഒരാളെ പാറക്കെട്ടിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ ക്രൈം ഒക്കെ കേൾക്കുന്നതും പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവളോട് ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് അതിന്റെ ഒരു ചതി മനസ്സിലാവുന്നത്. കാരണം സാവന്റെ പേര് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നം ആവത്തേ ഉള്ളൂ. സോ അവള് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ടേബിളിലിരിക്കുന്ന DNA ടെസ്റ്റ് റിസൾട്ട് കാണുന്നതും ഈനയോട് സംസാരിച്ചതാണ് ഹീജു ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാവന്റെ ശരിക്കുള്ള പേരെന്തായിരിക്കും? ഇപ്പോൾ ഉള്ള സാവനായി അവൻ എങ്ങനെയായിരിക്കും ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്ന് ഹീജു ഈനയോട് ചോദിക്കുന്നു. ഈന, ഞാൻ ആദ്യമായിട്ട് സാവനെ കാണുന്ന സമയത്ത് അവന് 15 വയസ്സാണ്. അതിനു മുന്നേ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. അതെനിക്ക് സ്ട്രേഞ്ച് ആയിട്ടായിരുന്നു തോന്നിയത്. കാരണം എന്നേക്കാൾ 2 വയസ്സിന് മുതിർന്ന ഒരു മകനുണ്ട് പെക്കയോങ്ങിന് എന്ന് എനിക്ക് അറിയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലായിരുന്നു അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്രയും വർഷത്തോളം ഞാൻ അവനെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ വെറുതെ അല്ല അവന്റെ അച്ഛനും അമ്മയും സ്ട്രേഞ്ചേഴ്സിനോട് പെരുമാറുന്ന പോലെ അവനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. സ്വന്തം മകനല്ലല്ലോ എന്ന് ഹീജു പറയുന്നു. ചിലപ്പോ അവർക്ക് വേറെ മകൻ ഉണ്ടായിരിക്കാം, പക്ഷേ സ്വന്തം മകനെ എന്തിനായിരിക്കും അവർ മറച്ചു വെക്കുന്നത് എന്ന് ഈനയും ചോദിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓർക്കുന്നതും ഹീജു പിന്നീട് വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ സാവുന്റെ പാരന്റ്സിനെ കാണാൻ വേണ്ടി വരുവാണ്. നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് അവന്റെ പാരന്റ്സ് ചോദിക്കുന്നു. ഹീജു പോലീസിന്റെ എമർജൻസി നമ്പർ ടൈപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ട് സാവുന്റെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറയുന്നു. അവൾ സംസാരിക്കുന്നത് കേൾക്കുന്നതും അവർ രണ്ടുപേരും സ്വാഭാവികമായിട്ട് ഷോക്കാവുന്നു. ഹീജു അവരോട് സാവൻ
സാവുന്റെ ഗ്രാൻഡ് ഫാദറിന് അവന് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഒരാൾ എന്തിനാ സ്വന്തം പേരക്കുട്ടിയെ 15 വർഷത്തോളം ഒളിപ്പിച്ചു വെച്ചേ? സ്വന്തം പേരക്കുട്ടിയെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് അതിന് കിട്ടിയ ഉത്തരം. അതുകൊണ്ടായിരിക്കും അല്ലെ ഒരു കുഴപ്പമില്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഒരു പേരക്കുട്ടിയെ ജനങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തത് എന്ന് അവള് ചോദിക്കുന്നു. അവളുടെ സംശയമായിരുന്നു ഹീജു ചോദിച്ചത്. എന്നാൽ സാവുന്റെ അമ്മ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നേ. നീ സാവുന്റെ ശരിക്കുള്ള വൈഫല്ല, സ്റ്റാൻഡിനാണ്. അതുപോലെ സാവുനും സ്റ്റാൻഡിനാണ് എന്ന് അമ്മ പറയുന്നു. ഹീജു അത് ശരിയായിരിക്കാം, പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. സാവുൻ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക്. അവന് നിങ്ങളെ ആവശ്യമുള്ളതിനേക്കാൾ നിങ്ങൾക്ക് അവനെയാണ് ആവശ്യം. അതുകൊണ്ട് അവൻ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ഹീജു പറയുന്നു. ഹീജു പറഞ്ഞതുപോലെ തന്നെ സാവുൻ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അവനെ അന്വേഷിക്കുന്ന ഉറപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് അവളോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ മാനേജറായ മിസ്റ്റർ മിൻ വരുന്നു. ഭീഷണിപ്പെടുത്തുന്ന ആളെ കുറിച്ച് സ്പോക്സ് പേഴ്സൺ എത്രത്തോളം അറിയാം എന്നാണ് മിസ്റ്റർ മിൻ വന്നപാടെ ചോദിക്കുന്നത്. അറിയുന്ന എല്ലാ കാര്യവും സാവുൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹീജുവും പറയുന്നു. മിസ്റ്റർ മിൻ പിന്നീട് പറയുന്ന കാര്യങ്ങൾ ഓർത്ത് ഹീജു ഇപ്പൊ സങ്കടത്തോടെ കാറിലേക്ക് വരുവാണ്. സാവുന്റെ പാരന്റ്സിന്റെ ശരിക്കുള്ള മകനില്ലേ, ആ മകന് ചെറുപ്പത്തിൽ ഹെട്രോക്രോമിയ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സർജറിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെട്രോക്രോമിയ എന്ന് വെച്ചാൽ കണ്ണിന്റെ കൃഷ്ണമണി രണ്ടും ഡിഫറെന്റ് കളർ ആവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കേട്ടപ്പോഴേ സാവുന്റെ പാരന്റ്സിന്റെ ശരിക്കുള്ള മകൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കിഡ്നാപ്പറാണ് സാവുന്റെ പാരന്റ്സിന്റെ ബയോളജിക്കൽ സൺ. ആ കിഡ്നാപ്പർ ജീവിക്കേണ്ട സുഖ സൗകര്യങ്ങളിലാണ് സാവുൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വൈരാഗ്യമാണ് കിഡ്നാപ്പറിന് സാവുനോടുള്ളത്. ഈ ലോകത്ത് എനിക്ക് സാവുനെ അറിയുന്നത് പോലെ മറ്റാർക്കും അവൻ അറിയില്ല എന്ന് കിഡ്നാപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇത് കാരണമായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന ദിവസം ഒത്തിരി പേടിച്ച ഒരു പൂച്ചക്കുട്ടിയെ പോലെയായിരുന്നു സാവുൻ. ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈ വീട്ടിൽ നിന്നും മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അവനോട് സഹതാപമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നും മിസ്റ്റർ മിൻ പറഞ്ഞത് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഹീജുവിന് കോള് വരുന്നത്. സാവുനാണെന്ന് കരുതി പെട്ടെന്ന് അവള് ഫോൺ എടുക്കുന്നുണ്ട്. എന്നാൽ അത് സാവുനായിരുന്നില്ല, സംഗു ആയിരുന്നു. അവള് പ്രതീക്ഷിച്ച കോൾ അല്ലായിരുന്നെങ്കിൽ കൂടെ അവള് കോൾ എടുക്കുന്നു. സാവുൻ ഹോസ്പിറ്റലിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ സംഗു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഹീജു ഹോസ്പിറ്റലിലേക്ക് എത്തി സംഗുവിനെ കാണുന്നതും സാവുന്റെ അവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. സംഗു അവളോട് കൂളാവാൻ പറഞ്ഞ് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവള് കാണുന്നതാണെങ്കിൽ സാവുന്റെ കോട്ടും ആണ്. അതിലാണെങ്കിൽ കരിയും ബ്ലഡും ഒക്കെ ഉണ്ട്. ഹീജു അവനോട് എന്താ സംഭവിച്ചതെന്ന് വെറി ആയിക്കൊണ്ട് ചോദിക്കുന്നു. ഇനിയാണ് സാവുനെ എങ്ങനെയാണ് സംഗു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നത്. ഓർഫനേജിലെ കുട്ടികളെ കാണാതായിരുന്ന മാൻഷനില്ലേ, ആ മാൻഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാവുൻ രക്ഷിക്കാൻ ശ്രമിച്ച ആളില്ലേ, അയാളുടെ പേരിലായിരുന്നു കേട്ടോ. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടായിരുന്നു സംഗു ആ ഫിഷ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ കാലും നിഴലും ഒക്കെ സംഗുവിന്റെ ആയിരുന്നു ഗൈസ്. താൻ വന്നത് ഓർഫൻ മിസ്സിംഗ് കേസിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിരുന്നു എന്ന് സംഗു പറയുന്നതും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അയാൾ പുറത്താക്കുമായിരുന്നു. പിന്നെ അവിടെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സോ അവൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് യൂരി അവന് കോൾ ചെയ്യുന്നു. അയാളെ മീറ്റ് ചെയ്തോ എന്തായി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂരി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഉത്തരം അവൻ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് താൻ വന്ന വഴി സാവൻ പോകുന്നത് സംഗു കാണുന്നത്. പിന്നീട് അവന് തോന്നുന്ന ഒരു സംശയത്തിന്റെ പുറത്താണ് സാവനെ ഫോളോ ചെയ്യുന്നതും ആ ഫിഷ് ഷോപ്പിലേക്ക് എത്തുന്നതും അവിടുന്ന് അവരെ രണ്ടുപേരെ രക്ഷിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ. നടന്ന കാര്യങ്ങളെല്ലാം ഹീജുവിന് പറഞ്ഞു കൊടുത്തോണ്ട് സംഗു എങ്ങനെയാണ് ആ തീപിടുത്തം ഉണ്ടായതെന്നോ ആരാണ് തീയിട്ടതെന്നോ സാവൻ എന്തിനാ അങ്ങോട്ടേക്ക് ചെന്നതെന്നോ എനിക്കറിയില്ല. നീയുമായിട്ട് സാവൻ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നതിനെ കുറിച്ചും എനിക്ക് ഒരു ഐഡിയയും ഇല്ല. പക്ഷെ അവന്റെ ഈ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാവന്റെ ഫോൺ അവക്ക് കൊടുക്കുന്നു. ഹീജു അവനോട് താങ്ക്സ് പറയുന്നു. അവനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വന്നതിൽ കുറ്റബോധത്തോടെ സോറിയും പറയുന്നുണ്ട്. അങ്ങനെ എന്റെ വില്ല ലിസ്റ്റിൽ നിന്ന് സംഗുവിന്റെ പേരും വെട്ടുവാണ്. അവനൊരു പച്ചക്കുടിയാണ്, പച്ചക്കുടി. ഇപ്പൊ സർജറി കഴിഞ്ഞ് സാവനെ കൊണ്ടുവരുന്നതും ഹീജു അവന്റെ അടുത്തേക്ക് പോകുന്നു. അവന്റെ തലയിലും കഴുത്തിലുമായിട്ട് പരിക്കുണ്ട്. ഗുരുതരമായിട്ട് പ്രശ്നമൊന്നുമില്ല, മയക്കം ഇടാൻ കുറച്ച് ടൈം എടുക്കുന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാവുനെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വേറെയായിക്കൊണ്ട് കൂടെ പോകുന്ന ഹീജുവിനെ കണ്ട് സംഗുവിന് കൺഫ്യൂഷൻ മാത്രമാണ് ഉള്ളത്. ഇപ്പൊ സാവുനെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹീജു അവനെ നോക്കിക്കൊണ്ട് എനിക്ക് വേദനിച്ചപ്പോഴും പേടിച്ചപ്പോഴും ഒറ്റയ്ക്കായിരുന്നപ്പോഴും ഒക്കെ നീ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേദനയും പേടിയും എല്ലാം നിനക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ നീ ആ അവസ്ഥകളിലൂടെ കടന്നുപോയ സമയത്ത് നിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതുവരെ നീയായിരുന്നു എന്നെ പ്രൊട്ടക്ട് ചെയ്തത്. എന്നാൽ ഇനി മുതൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് നീ ഒന്ന് പെട്ടെന്ന് എഴുന്നേക്ക് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പിറ്റേ ദിവസം ആവുന്നതും യൂരി സംഗുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. കാരണം അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സംഗു സാവുൻ ഡ്രൈവ് ചെയ്തു പോകുന്നത് കണ്ടതും യൂരിയുടെ കോളും കട്ട് ചെയ്ത് സാവുന്റെ പുറകെ പോയതും. അതുകൊണ്ട് തന്നെ സംഗുവിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത ടെൻഷനിലാണ് യൂരി ഉള്ളത്. ഈ സമയത്താണ് അവളുടെ അടുത്തേക്ക് ഹ്യോഗ്ജിൻ വരുന്നത്. ഓർഫൻ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എവിടം വരെ എത്തി എന്നറിയലാണ് അവന്റെ ഉദ്ദേശം. ഇതെന്തിനിപ്പോ അവൻ അറിയുന്നേ എന്ന് ചോദിച്ചാ സാവുനൊരു ക്വിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്വിസ് സോൾവ് ചെയ്ത സാവുനുമായിട്ടൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് വിന്നറിന് കിട്ടാൻ പോകുന്നത്. ആ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കേസിന്റെ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി യൂരിയുടെ അടുത്തേക്ക് കേക്കും കോഫിയും ഒക്കെ വാങ്ങി കൈക്കൂലിയും കൊണ്ട് വന്നിട്ടുള്ളത്. അവൾ ആ കൈക്കൂലിയിൽ വീഴാതിരിക്കോ ആ ഓർഫനേജിലുള്ള ട്വിൻസിന്റെ കാര്യം ഹ്യോഗ്ജിനോട് പറയുവാണ് ചെയ്യുന്നത്. അതുപോലൊരു ഇൻഫർമേഷൻ
കിട്ടിയ ഹ്യോക്ജിൻ ഷോക്ക് ആവുകയും ചെയ്യുന്നു. ഇതേ സമയം കിഡ്നാപ്പർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? 2 മീനിനെ വെട്ടി പീസാക്കിയിട്ട് ഒരു മീനിന്റെ ബോഡി പാർട്ട് മറ്റേ മീനിന്റെ ബോഡി പാർട്ടുമായിട്ട് തുന്നി ചേർത്തോണ്ടിരിക്കുവാണ്. ഇയാളൊരു സൈക്കോ ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? ഈ തുന്നല് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കിഡ്നാപ്പറിന് മെസ്സേജ് വരുന്നു. ആ ഫിഷ് ഷോപ്പിന് തീയിട്ടതിന്റെ ഫോട്ടോയും കൂടെ, നിന്നോട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. സാവുൻ ജീവനോടെ ഉള്ളത് നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ എന്നൊക്കെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇവനായിരുന്നു ആ ഫിഷ് ഷോപ്പിന് തീയിട്ടിട്ടുണ്ടായിരുന്നെ. സാവുൻ അതിന്റെ ഉള്ളിൽ പെട്ടത് ഇവൻ അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ആ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ, നീ എങ്ങനെ അറിഞ്ഞ് എന്ന് കിഡ്നാപ്പർ ചോദിക്കുന്നു. എന്നാൽ അവൻ ചോദിച്ചതിന് ഉത്തരം കൊടുക്കുന്നതിന് പകരം ഇത് നിന്റെ അവസാനത്തെ വാണിങ്ങ, ഇനി മേലാ നീ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് റിപ്ലൈ വരുന്നത്. ഇവിടെ സാവുൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. എന്നാൽ അവൻ അവന്റെ ചെറുപ്പകാലം സ്വപ്നം കാണുന്നുണ്ട്. കുഞ്ഞതായിരിക്കുമ്പോൾ ഒരു ദിവസം പുഴയിൽ നിന്നും മീനൊക്കെ പിടിച്ച് അവൻ നടന്നു വരുവാണ്. പുഴയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഈ സമയത്ത് ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട ആള് സാവുൻ തീയിൽ നിന്നും രക്ഷിച്ച ഒരാളുണ്ടായിരുന്നില്ലേ, അയാൾക്ക് ഒരു ബ്ലാക്ക് കളർ ബാഗ് കൊടുക്കുവാണ്. പറയാൻ വിട്ടു, അയാളായിരുന്നു കേട്ടോ സാവുനെ വളർത്തിയിട്ടുണ്ടായിരുന്നേ. വളർത്തച്ഛൻ എന്നൊക്കെ പറയാം. എന്നാൽ ഈ വളർത്തച്ഛന് സാവുൻ അച്ഛാന്ന് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്തായാലും സാവുൻ നോക്കുന്ന സമയത്ത് ആ സ്യൂട്ടിട്ട ആള് സാവുന്റെ വളർത്തച്ഛനോട് എന്തോ പറയുന്നതും തല കുനിഞ്ഞുകൊണ്ട് വളർത്തച്ഛൻ അത് അനുസരിക്കുന്നതും അവരുടെ കൂടെ തന്നെ ഒരു കുട്ടിയെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഈ കുട്ടിയുടെ ഫേസ് കാണിക്കുന്നില്ല. ആ സ്യൂട്ടിട്ട ആളെന്തോ പറയുന്നുണ്ട്, എന്നാ പറയുന്ന കാര്യങ്ങളും സാവുന് കേൾക്കുന്നില്ല. ആ മുത്തച്ഛനും കൊച്ചും പോകുന്നതും ആ ബാഗ് ബോട്ടിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്ന വളർത്തച്ഛനോട് സാവുൻ ആ കുട്ടി ആരാന്ന് ചോദിക്കുവാണ്. അയാൾ അവനെ കൂട്ടിക്കൊണ്ട് വന്ന് ഡോറ് തുറന്നുകൊണ്ട്, ഇന്ന് നീ നേരത്തെ ഉറങ്ങണം, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സാവുൻ പിന്നീടാണ് ഒരു സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്നതും ഇന്ന് താൻ കണ്ട കുട്ടിയെ മുത്തച്ഛൻ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്നതും തന്റെ വളർത്തച്ഛൻ വന്ന് തന്റെ കണ്ണു പൊത്തുന്നതും എല്ലാം. അയാൾ പെട്ടെന്ന് തന്നെ സാവുനെ ഉള്ളിലാക്കി ഡോറടയ്ക്കുന്നുണ്ട്. പേടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് ഇറങ്ങി ഓടാൻ നിൽക്കുന്ന സാവുന്റെ മുന്നിലേക്ക് ആ മുത്തച്ഛൻ വരുവാണ്. അയാൾ പതിയെ സാവുന്റെ നേരെ നടന്നുകൊണ്ട്, ചില മോൺസ്റ്റേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, എന്നാൽ ചിലര് ജനിച്ച് വീഴുമ്പോഴേ മോൺസ്റ്റേഴ്സ് ആയിരിക്കും. എന്ത് ധൈര്യം ഉണ്ടായിട്ട് അതുപോലൊരു മോൺസ്റ്റർ എന്റെ കുടുംബത്തിൽ ജനിച്ചേ? ആദ്യം അക്വേറിയത്തിലുണ്ടായിരുന്ന ഗോൾഡ് ഫിഷ് ആയിരുന്നു. പിന്നീട് അവൻ പൂച്ചകളെ കൊല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവനേക്കാൾ ചെറിയ കുട്ടികളെയും. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അവൻ മാറുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഡെഡ് ബോഡി ഇടുന്ന ബ്ലാക്ക് ബാഗിന്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു എന്നല്ലാതെ അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാ പ്രശ്നവും മാറിയിട്ടുണ്ട്. ഇപ്പൊ അവനും അതുപോലെ ഒരു ബ്ലാക്ക് ബാഗിൽ തന്നെ അവസാനിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട് സാവുൻ പേടിച്ച് പുറകിലേക്ക് നടക്കുന്നു. അവന്റെ തൊട്ടുപുറകില് വെള്ളമാണ്. ആ മുത്തച്ഛൻ വീണ്ടും, ഇപ്പൊ ഞാൻ കൊന്ന എന്റെ പേരക്കുട്ടിക്ക് പകരം ആ സ്ഥാനത്തേക്ക് എനിക്ക് ആരെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് എന്തുകൊണ്ടാ ഞാൻ ഇതുവരെ പേരിടാതിരുന്നത് എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു സാവുൻ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയോ ഒരു ഓർഫനായ സാവുന്റെ ജീവിതം ആകെ മൊത്തം മാറി മറിഞ്ഞ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കൊന്നുകളഞ്ഞു എന്ന് അയാൾ വിചാരിക്കുന്ന അയാളുടെ പേരക്കുട്ടിയാണ് ആ കിഡ്നാപ്പർ. ആ കിഡ്നാപ്പറിന്റെ സ്ഥാനത്തേക്കാണ് സാവുനെ കൊണ്ടുവരുന്നത്. ആ സമയം വരെ സാവുന് പേര് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ കണ്ടുകൊണ്ടിരുന്ന ദുസ്വപ്നങ്ങൾ അവൻ വെള്ളത്തിലേക്ക് വീണതും ആ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടതും എല്ലാത്തിന്റെയും കൂടെ മിക്സ് ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു ഓർഫൺ ആയിരുന്ന സാവുൻ പ്രസിഡന്റിന്റെ പേരക്കുട്ടിയായിട്ട് മാറുന്നത്. ഈ ദുസ്വപ്നങ്ങൾ കാണുന്ന സാവുനെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈൻ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുന്ന ഹീജു ആയിരുന്നു. എല്ലാം ശരിയാവും എന്ന വാക്കിന്റെ സൈൻ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുന്ന ഹീജുവിനെ നോക്കിക്കൊണ്ട് അതേ വാക്ക് താൻ പ്രാക്ടീസ് ചെയ്യുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് സാവുൻ എഴുന്നേക്കുന്നത്. അതേ ഗൈസ്, അങ്ങനെ സാവുൻ കണ്ണു തുറന്നിരിക്കുവാണ്. അവൻ കാണുന്നത് ഹീജുവിനെയും ആണ്. ഇത് കാണുന്ന ഹീജു ഡോക്ടറെ വിളിക്കാൻ പോകുന്നതും സാവുൻ തടഞ്ഞ്, നീ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, എല്ലാം ശരിയാവുന്നായിരുന്നു നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെ എന്നവൻ പറയുന്നു. ഹീജുവും കണ്ണു നിറഞ്ഞുകൊണ്ട് ഇപ്പൊ എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവള് ഡോക്ടറെ വിളിക്കാൻ പോയ സമയത്ത് സംഗു ആ റൂമിലേക്ക് വരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നാണ് അവൻ വന്നപാടെ ചോദിക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലാന്ന് സാവുൻ പറയുന്നത് കേട്ട്, നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ഇതെന്റെ അച്ഛന്റെ ഹോസ്പിറ്റലാണ്, നീ ഇവിടെ ഉള്ള വിവരം ആരും അറിയാൻ പോകുന്നില്ല, സോ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ എന്നവൻ പറയുന്നു. അവിടുന്ന് പോകാൻ നിൽക്കുന്ന സംഗുവിനോട് സാവുൻ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് രക്ഷപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ട്. സംഗു അദ്ദേഹത്തെ സാവുന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സംഗു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്ത് റിലേഷനാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. സാവുൻ, എന്നെ വളർത്തിയ ആളാണ്, ഇദ്ദേഹം പേര് ചേഞ്ച് ചെയ്ത വിവരം എനിക്ക് അറിയില്ലായിരുന്നു, അതറിയാതെയായിരുന്നു ഇത്രയും കാലം പഴയ പേര് വെച്ച് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. സംഗു ആണെങ്കിൽ ഇത് കേട്ട ഷോക്കിലാണ്. വളർത്തിയ ആളോ എന്ന് ചോദിക്കുന്നു. അതൊരു വലിയ കഥയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, പേഴ്സണൽ ആണ് എന്ന് സാവുൻ പറയുന്നു. ആ പേഴ്സണൽ കാര്യത്തിൽ എങ്ങനെയാ ഹീജു ഇൻവോൾവ് ആയേ എന്ന് സംഗു ചോദിക്കുന്നത് കേട്ട് സാവുൻ അവനെ നോക്കിക്കൊണ്ട്, ഹീജു ആണ് എന്റെ ഒരേ ഒരു ഫാമിലിയും ഗാർഡിയനും, ഒരു മോശമായിട്ടുള്ള ബന്ധം ഒന്നും അല്ല ഞങ്ങൾ തമ്മിലുള്ള, സോ നീ വെറി ആവണ്ട എന്ന് പറയുന്നു. സംഗു, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ അവളെ ഹൈഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. എന്റെ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയും, എന്നെ അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും, കുറ്റം പറയാൻ തുടങ്ങും. ഹീജുവിന്റെ കാര്യവും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹീജുവിനെയോ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല, ഇതാണോ നിനക്ക് വേണ്ടേ? ഇതുപോലൊരു സാഹചര്യത്തിൽ ഞാൻ എന്തിനാ ഹീജുവിനെ എക്സ്പോസ് ചെയ്യുന്നേ എന്നാണ് അവൻ ഉത്തരം കൊടുക്കുന്നത്. സംഗുവിന് ആ കാര്യം മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവൻ പിന്നീട് അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. സാവുൻ ഇപ്പോഴാണ് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ സംഗുവിന് പറ്റിയ പരിക്ക് കാണുന്നത്. സാവുൻ അവനോട് നന്ദി പറയുന്നു. ഇതുവരെ തെറ്റിദ്ധരിച്ചതിന് സോറിയും പറയുന്നുണ്ട്. വീണ്ടും
എന്നിട്ടും സാവൻ തന്റെ വളർത്തച്ഛനെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓർഫൺ മിസ്സിംഗ് കേസിന്റെ വിറ്റ്നസ് ആണ് ഇദ്ദേഹം. അതിലെ കുറ്റവാളി ജീവനോടെ ഉണ്ട് എന്ന് എന്നെ അറിയിച്ചതും ഇദ്ദേഹം തന്നെയാണ്. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും കൊല്ലു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും എല്ലാം ആ കുറ്റവാളി തന്നെയാണ്. അവൻ മരിച്ചിട്ടുണ്ടെന്നാ ഞാൻ വിചാരിച്ചേ, എന്നാ അങ്ങനെയല്ല, അവൻ ജീവനോടെ ഉണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. സംഗു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുവാണ്. റൂമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് സാവൻ അവന്റെ ഫോൺ നോക്കുന്നത്. അവൻ എവിടെയാണെന്നും എന്താണ് സംഭവിച്ചത്, എന്താ ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹീജു അയച്ച ഒരുപാട് മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും ഒക്കെ അവൻ ഇപ്പോഴാണ് ഇരുന്ന് കാണുന്നത്. അവൾ എത്രത്തോളം ആ സമയത്ത് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നു. ഹീജുവിനെ ആ റൂമിലേക്കൊന്നും കാണാത്തത് കാരണം ഹീജു പുറത്തുണ്ടോ എന്ന് നഴ്സിനോട് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും കാണാനില്ല എന്നാണ് നഴ്സ് പറയുന്നത്. സോ അവൻ അവളെ കോൾ ചെയ്ത് നോക്കി മെസ്സേജ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രതികരണവും ഇല്ല. എങ്ങനെ പ്രതികരണം ഉണ്ടാവാനാണ്? ഹീജു ഇവിടെ കാര്യമായിട്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാവുന്റെ റൂം മുഴുവൻ വലിച്ചു വാരിയിട്ട് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവള് തെരഞ്ഞ സാധനം അവൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കിഡ്നാപ്പറിന്റെ ഫോണാണ് അവൾ ഇത്ര കാര്യമായിട്ട് തെരഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ സാവുന്റെ അച്ഛൻ ഒരു വെറൈറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിംഗ് ആണ് ചെയ്യുന്നത്. അതും അവരുടെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സും അവിടെയുണ്ട്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടേഴ്സിൽ ഒരാൾ സാവുന് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിക്കുന്നു. അവൻ എന്നെ പോലെ അവന് സീ ഫുഡ് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പച്ച കള്ളം പറയുവാണ് സാവുന്റെ അച്ഛൻ. ഈ ഫിഷ് ഐറ്റംസ് ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത സാവുനെ കൊണ്ട് നിർബന്ധിച്ച് ഫിഷ് കഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇങ്ങേർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു. തങ്ങളുടെ ഇഷ്ടങ്ങൾ സാവുന്റെ മേലെ അടിച്ചേൽപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നു. എന്റെ മകൻ ഇന്ന് വരാൻ പറ്റാത്തത് കാരണം ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സാവുന്റെ അച്ഛൻ പറയുന്നു. ആരാണ് ഈ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഈനയെ കണ്ട് അമ്മ ഷോക്കാവുന്നു. ആ റിപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ വെച്ച് തന്റെ മരുമകളാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈനയെ അച്ഛൻ ഷോയിലേക്ക് ക്ഷണിക്കുന്നത്. അവക്കത് തീരെ ഇഷ്ടാവുന്നില്ല. എങ്കിലും കൺട്രോൾ വിടാതെ കട്ടയ്ക്ക് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ് അവള് വിചാരിക്കുന്നത്. എന്നാൽ ഇവിടെ ശരിക്കുള്ള മരുമകളാണെങ്കിലോ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവള് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അതിനു മുന്നേ അങ്ങോട്ടേക്ക് വേറൊരു കാർ വരുന്നു. അതിൽ നിന്നും ഇറങ്ങുന്ന സാവനെ കണ്ട് ഹീജു നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. സാവൻ അതിന് ആൻസർ കൊടുക്കാതെ അവളെയും വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുവാണ്. ഈ അവസ്ഥയിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ഹീജു ചോദിക്കുമ്പോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്നാണ് സാവൻ തിരിച്ചു ചോദിക്കുന്നത്. കിഡ്നാപ്പറിന്റെ ഫോണ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഹീജു വന്നത്. സാവൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും ഹീജു തിരിച്ചു വാങ്ങാൻ നോക്കുവാണ്. അവനത് കൊടുക്കുന്നില്ല. പകരം ഹീജുവിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഉദ്ദേശത്തിലാണ്. എന്നാൽ ഹീജു ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ? നീ പെക്സാവൻ അല്ലാന്ന് എനിക്കറിയാം. ശരിക്കുള്ള പെക്സാവൻ ആരാണെന്നും എനിക്കറിയാം. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ ചതിയാണ് നീ എന്നോട് ചെയ്തത്, അതും ഒരുപാട് കാലമായിട്ട് എന്ന് ഹീജു പറയുന്നത് കേട്ട് സാവന് കുറ്റബോധമാണ് തോന്നുന്നത്. സാവൻ അതിനൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ഹീജു വീണ്ടും എന്നാൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരുത്തനുമായിട്ടാണ് ഞാൻ ടീമായ. ഞാൻ തന്നെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അവൻ ഇനി എന്താ ചെയ്യാന്ന് ആർക്കും അറിയില്ല. അവന് തോന്നുന്നത് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അവൻ കാരണം ഇനി നീ സഫർ ചെയ്യാനോ വേദനിക്കാനോ പാടില്ല എന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്നു. സത്യങ്ങൾ മറച്ചു വെച്ചതിന് ഹീജു അവനെ കുറ്റപ്പെടുത്തുവാണെന്നാണ് സാവൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിന് ഹീജു അവളെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാവൻ അവളോട് നീ എന്റെ കൂടെ നിന്നാ അത് നിനക്ക് അപകടം, അത് 100% ഉറപ്പുണ്ടായിട്ട് ഞാൻ നിന്നോട് എന്റെ കൂടെ നിൽക്കാനാണ് പറയുന്നത്. കാരണം എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതൊന്നും നിനക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? ഞാൻ ജീവിക്കുന്നതും ഇതെല്ലാം സഹിക്കുന്നതും നിനക്ക് വേണ്ടിയാണ് എന്ന് ഇമോഷണൽ ആയിക്കൊണ്ട് പറയുന്നു. ഹീജു കരയാറായിട്ടുണ്ട്. സാവൻ അവളെ ഹഗ് ചെയ്തുകൊണ്ട് ഞാൻ നിനക്കറിയാവുന്ന പെക്സാവൻ അല്ലെങ്കിലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഹീജു എനിക്ക് സംസാരിക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് നിനക്കൊരു വിഷയമായിരുന്നില്ല. ഞാനാണ് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് അറിഞ്ഞിട്ടും നീ അത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ശരിക്കുള്ള നിന്നെ അറിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ കാര്യങ്ങളെല്ലാം വൈകി മനസ്സിലാക്കിയതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടേ എന്ന് പറയുന്നു. അവർക്കിടയിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വീണ്ടും ഹഗ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ഈനയാണെങ്കിൽ സാവന്റെ അച്ഛൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ പാരന്റ്സിനെ കുക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്നാലും നമ്മുടെ സ്പോക്സ് പേഴ്സൺ ആരെ പോലെയാ കാണാൻ, ഞാൻ എത്ര തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ രണ്ടുപേരെയും പോലെ എനിക്ക് തോന്നുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവളുടെ കലാപരിപാടി തുടങ്ങുന്നത്. അമ്മ ഞെട്ടുന്നു. എന്നാൽ അച്ഛന് തള്ളിന്റെ കാര്യത്തിൽ PhD ഉള്ളത് കാരണം ഒരു ഭാവവ്യത്യാസവും വരാതെ നീ എന്താ പറയുന്നേ, അവൻ എന്നെ പോലെയാ ഉള്ളേ. എന്റെ ചെറുപ്പത്തിൽ അവനെ പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ണും ഷാർപ്പ് ജോലൈനും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈനെ വിടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാൻ പറയുവാണ്. റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ അവളെക്കാൾ സന്തോഷത്തിലുമാണ്. ഒരു റിപ്പോർട്ടർ ഈനയോട് കല്യാണത്തിന് ശേഷം നിങ്ങളും സ്പോക്സ് പേഴ്സണും ഒരു ഒഫീഷ്യൽ ഇവന്റ് പോലും ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതെന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈന ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കല്യാണത്തിന് മുന്നേ ഞാൻ അറിഞ്ഞ സാവനും അതിനുശേഷം ഞാൻ അറിഞ്ഞ സാവനും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആളുകളാണ് എന്ന് ഈന പറയുന്നത് കേട്ട് അമ്മ ഞെട്ടിക്കൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേക്കുവാണ്. റിപ്പോർട്ടേഴ്സിനാണെങ്കിൽ സംശയം കൂടുന്നു.
ഈന, കല്യാണത്തിന് മുന്നേ എനിക്കറിയാമായിരുന്ന സൗൻ ഇവനാണ്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഇവരുടെ മകൻ എന്ന് പറയുന്നതും സൗന്റെ അമ്മ അവളെ തടയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നതും എല്ലാവരുടെയും ശ്രദ്ധ മാറുന്നു. മിസ്റ്റർ മീൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം നോക്കി ഈന ഡ്രിങ്ക് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതുപോലെ പറഞ്ഞ് സൗന്റെ അച്ഛൻ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. അവർക്കൊരു ഷോക്ക് കൊടുക്കലായിരുന്നു ഈനയുടെ ഉദ്ദേശം. സോ അവളും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മിസ്റ്റർ മീൻ ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ബോക്സുമായിട്ട് വരുന്നു. ഇന്നത്തെ മെയിൻ സീ ഫുഡ് ഐറ്റം ആണെന്നും പറഞ്ഞുകൊണ്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സാവുന്റെ അച്ഛൻ ആ ബോക്സിൽ എന്താണെന്ന് കാണുന്നതും ഞെട്ടിക്കൊണ്ട് അത് താഴേക്ക് ഇടുന്നു. കിഡ്നാപ്പറിന്റെ കലാവിരുതായിരുന്നു അതിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അവരുടെ മകൻ തന്നെ അവർക്ക് കൊടുത്ത ഗിഫ്റ്റ്. എല്ലാവരും അത് ഷോക്കായിക്കൊണ്ട് നോക്കുവാണ്. സാവുന്റെ അമ്മയാണെങ്കിൽ അത് കാണുന്നതും എൻട്രൻസിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അത് ഡെലിവറി ചെയ്ത ആളെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇവിടെ കാത്തിരുന്ന് അവസാനം സംഗുവിന്റെ വിവരം അറിയുന്ന യൂരി അവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുവാണ്. അവന്റെ പേരും വിളിച്ച് ഓടി വരുന്ന യൂരിയോട് ശ്രദ്ധിക്കാൻ അവൻ പറയുന്നുണ്ട്. എന്നാ അതവൻ പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ തന്നെ തട്ടി തടഞ്ഞ് അവള് വീഴാൻ പോവാണ്. ഞാനൊക്കെ വീഴാൻ പോയാൽ മൂക്കും കുത്തി അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ യൂരിയെ പിടിക്കാൻ വേണ്ടി സംഗു അവിടെ ഉണ്ടായിരുന്നു. അവന്റെ കൈ കണ്ട് ഇത് എന്ത് പറ്റിയതാന്ന് അവള് ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിവ് പറ്റിയതാണെന്നാണ് സംഗു പറയുന്നത്. ഇതിനെയാണ് ചെറുതായിട്ട് എന്ന് പറയുന്നത്. എന്ന് ചോദിച്ചാൽ അവന്റെ ഫേസിലേക്ക് നോക്കുന്ന സമയത്താണ് അവന്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ പരിക്കുള്ളത് അവള് കാണുന്നത്. യൂരി ഇത് എന്ത് പറ്റിയതാ എന്നുള്ള ചോദ്യം മാറ്റി ഇതാരാ ചെയ്തേ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു വലിയ കഥയാ എന്ന് സംഗു പറയുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാനാണ് യൂരി സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ അവര് റെസ്റ്റോറന്റിലാണ്. സംഗു ഇതൊരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ, തീ കാരണം സംഭവിച്ചതാ എന്ന് പറയുന്നതും യൂരി കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് സംഗുവിന്റെ മുഖത്തേക്ക് എത്തുവാണ്. അമ്മാതിരി ഞെട്ടലായിരുന്നു അവള് ഞെട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഫയർ ആക്സിഡന്റ് ആര് കാരണമാണ് ഉണ്ടായത് എന്ന് യൂരി ചോദിക്കുന്നു. ഇത് വേറൊരാളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ഞാനല്ല ഷെയർ ചെയ്യേണ്ടത്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല എന്ന് സംഗു പറയുന്നു. ഒന്ന് ആലോചിച്ചുകൊണ്ട് യൂരി, ഈ ഓർഫൻ മിസ്സിംഗ് കേസിനെ കുറിച്ച് ഇനിയും അന്വേഷിക്കണം തന്നെയാണോ നിനക്ക്? ഇത് ഏറെ ചെയ്യരുതെന്നാണ് നമ്മുടെ മുകളിലുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആരോ ഇതെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കൺസേൺ ആയിക്കൊണ്ട് പറയുന്നു. സംഗുവും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവളുടെ ഫേസ് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈന പോകുന്നത്. അവൾക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കാൻ സാവന്റെ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അത് കേൾക്കുന്നില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ സാവൻ ഹീജുവിനോട് സംസാരിക്കുവാണ്. ഉറങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കുന്നതും തീനെ കുറിച്ചുള്ള ദുസ്വപ്നമാണ് കാണുന്നത് എന്ന് സാവൻ പറയുന്നത് കാരണം ഹീജു അവന്റെ കൂടെ ബെഡിൽ കിടക്കുവാണിപ്പോ. എന്നാലും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സാവൻ എങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ പൊട്ടിമുളച്ച എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതേ ഡൗട്ട് ഹീജുവിനും ഉണ്ടായിരുന്നു. അവളത് ചോദിക്കുകയും ചെയ്യുന്നു. അവളുടെ ഫോണിന്റെ ലൊക്കേഷൻ ഷെയറിംഗ് വഴിയാണ് ഹീജു എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് സാവൻ മനസ്സിലാക്കിയത്. അവൻ ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും എനേബിൾ ചെയ്തതല്ല കേട്ടോ അത്. അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഹീജുവിന് ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷമാണ് അവൻ ഈ ലൊക്കേഷൻ ഷെയറിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണുന്ന ഹീജു അവളുടെ ഫോണിലും ഇത് വേണമെന്ന് പറയുവാണ്. സാവൻ ഇതുപോലെ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇനി വരികയാണെങ്കിൽ ഒരിക്കലും നീ എന്നെ അന്വേഷിച്ച് നടക്കരുത്, അതെനിക്ക് നീ പ്രോമിസ് ചെയ്യണം എന്ന് പറയുന്നു. അവള് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അവളില്ലാന്ന് പറയുന്നു. നീ എന്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, നീ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ തന്നെ നിന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച് നിന്റെ അടുത്തേക്ക് വന്നോളാം. പിന്നെ ഇനിയിപ്പൊ നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അവൻ ആരാന്ന് എനിക്ക് മനസ്സിലായല്ലോ. സോ ഞാൻ തന്നെ ഇത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് സാവൻ പറയുന്നു. എന്നാലും അവൻ എന്തായിരിക്കും വേണ്ടേ എന്ന് ഹീജു ചോദിക്കുന്നു. അവൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്താ വേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പെക്സാവൻ എന്നുള്ള പേരും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് നിന്റെ കൂടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യലാണ് എനിക്ക് വേണ്ടത് എന്ന് സ്വീറ്റ് ആയിട്ട് അവൻ ആൻസർ കൊടുക്കുന്നു. കുറച്ച് കഴിയുന്നതും ഹീജു ഉറങ്ങിയെന്ന് തോന്നുമ്പോൾ സാവൻ അവൾക്കൊരു ഫോർഹെഡ് കിസ്സൊക്കെ കൊടുത്ത് അവളെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. ഈ സമയത്ത് സംഗു വിളിച്ച് ആ അങ്കിളിന് ബോധം വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്നാണ് ആദ്യം പറഞ്ഞത് എന്ന് സാവനോട് പറയുന്നു. സാവൻ ആ അങ്കിളിന്റെ, അതായത് അവന്റെ വളർത്തച്ഛന്റെ കൈ പിടിക്കുന്നു. ആ കിഡ്നാപ്പർ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ ഉള്ളത് എന്നാണ് ഇപ്പൊ അങ്കിള് പറയുന്നത്. ആക്ച്വലി കൊന്നു എന്ന് വിചാരിച്ചതിന് ശേഷം ആ ബോഡി ഒരു ബ്ലാക്ക് ബാഗിലാക്കി ഗ്രാൻഡ് ഫാദർ അവന്റെ വളർത്തച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോഡി എങ്ങനെയാന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ കിഡ്നാപ്പർ ചെറുപ്പത്തിൽ കൊന്ന ഓർഫനേജിലെ കുട്ടികളില്ലേ, ആ കുട്ടികളെയും ഇതുപോലെ ബ്ലാക്ക് ബാഗിലാക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കിഡ്നാപ്പറിന്റെ ബോഡിയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്ന സമയത്താണ് ആ ബാഗ് അനങ്ങുന്നതായിട്ട് കാണുന്നത്. ആ കിഡ്നാപ്പർ മരിച്ചിട്ടില്ല എന്നാണ് ബാഗ് തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ കൊച്ചിനെ കൊല്ലാനായിട്ട് സാവന്റെ വളർത്തച്ഛന് തോന്നുന്നുമില്ല. അങ്ങനെ സാവനെ നോക്കി വളർത്തിയ പോലെ തന്നെ ഈ കൊച്ചിനെയും വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ ആങ്കിള് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ? ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അവന്റെ സൈക്കോ സ്വഭാവവും കൂടി കൂടി വരുമായിരുന്നു ചെയ്തത്. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആങ്കിള് സാവനോട് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന സാവൻ ആ ഡെഡ് ബോഡികളാക്കിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ബാഗില്ലേ, ആ ബാഗ് എവിടെയാണെന്ന് അങ്കിളിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഈ സൈക്കോ കിഡ്നാപ്പറിനെ ഫോളോ ചെയ്ത് ഈ സൈക്കോയുടെ അമ്മ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി എന്ന് കരുതിയ മകനെ അമ്മ ഇപ്പോ ഫേസ് ടു ഫേസ് കാണുന്നു. ആ സൈക്കോ അമ്മയെ കണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സംഘവും ഹീജുവിന് ഒരു കോഫിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവളോട് സംസാരിക്കുവാണ്. അവള് സംസാരിക്കൂ എന്ന കാര്യം അവന് നേരത്തെ അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെങ്ങനെയാണെന്നാണ് അവൻ ഇപ്പൊ പറയുന്നത്. അവൻ എപ്പോഴും പോകുന്ന ആ ഓർഫനേജ് ഇല്ലേ, ആ ഓർഫനേജിലേക്ക് ഹീജുവും വളണ്ടിയർ ആയിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി കരഞ്ഞ സമയത്ത് ആ കുട്ടിക്ക് ഹീജു ഒരു പാട്ട് പാടി കൊടുക്കുന്നത് അവിടുത്തെ സിസ്റ്റർ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്ററാണ് ഹീജു സംസാരിക്കൂ എന്നുള്ള കാര്യം സംഗുവിനോട് പറഞ്ഞത്. അതായത് അവൻ
അവന് ഈ ഒരു രഹസ്യം ആ സമയത്തെ അറിയായിരുന്നു എന്നർത്ഥം. എന്നിട്ടും അവൻ അവളോടൊന്നും ചോദിക്കാതിരിക്കുമായിരുന്നു. ഹീജു അതിന് അവനോട് സോറി പറയുന്നു. നീ അതിനോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ നീ സംസാരിക്കാൻ തുടങ്ങിയില്ലേ, നിന്റെ സൗണ്ട് ഞാൻ കേൾക്കുകയും ചെയ്തു, സോ അതൊരു വിഷയമല്ല എന്ന് സംഗു പറയുന്നു. ഹീജു ഒന്ന് ആലോചിച്ചുകൊണ്ട് ഞാനും സ്പോക്സ് പേഴ്സണും എന്ന് പറഞ്ഞ് ഹീജുവിന്റെയും സാവുന്റെയും റിലേഷൻ എന്താണെന്നുള്ളത് പറയാൻ നിൽക്കുവാണ്. സംഗു അതിന് സമ്മതിക്കാതെ നീ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആദ്യം ഞാൻ ടെൻഷനായി എന്നുള്ള സത്യം തന്നെയാണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്തായാലും അത് എന്തിനാ മറച്ചു വെക്കുന്നേ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, അവനിതൊന്നും മറച്ചു വെക്കുമായിരുന്നില്ല, സത്യത്തിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഹീജുവിനോട് പറയുന്നത്. സംഗു പറഞ്ഞ ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സാവുന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സമയത്താണ് ബ്രിട്ടീഷ് എംബസിയിലെ ഇവന്റിൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഹീജു ഓർക്കുന്നത്. അന്ന് സാവുൻ എന്റെ വൈഫ് എന്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഹീജു അവനോട് ആ ഒരു കാര്യവും പറഞ്ഞ് ഒരുപാട് തർക്കിക്കുകയും ചെയ്തതാണ്. അന്ന് അവനത് പറഞ്ഞ സമയത്ത് അതെല്ലാം കള്ളമാണെന്നാണ് ഹീജുവിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുമായിരുന്നു അവള്. സാവുൻ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇപ്പൊ അവന് നല്ല മാറ്റമുണ്ട്. ഹീജു അവനെ ടൈ കെട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. എന്നാൽ ഹീജുവിനെ അറിയാത്തത് കൊണ്ട് തന്നെ അവൻ അവളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവനിപ്പോ ഇത്ര കാര്യമായിട്ട് വർക്കിന് പോകുന്നത് എന്താണെന്നറിയോ, ഇന്നാണ് പരിസ്ഥിതി ദിനം. അതായത് ഇന്നാണ് ഹീജു ആദ്യമായിട്ട് ഇന്റർപ്രറ്റർ ആയിട്ട് സാവുന്റെ കൂടെ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്നത്. ടൈ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് ഹീജുവിനെയും ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാവുന് ഒരു കോൾ വരുന്നത്. സാവുന് വേണ്ടി ഒരു കോഫിയും വാങ്ങിക്കൊണ്ട് മിസ്റ്റർ കാങ് ഉൾപ്പെടെയുള്ള ടീം മെമ്പേഴ്സ് സാവുനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റർ കാങ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞു കഴിയുന്നതും ഡോറിലാരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഹീജുവും സാവുനും രണ്ടുപേരും ഷോക്കായി പോവാണ്. അവരെ രണ്ടുപേരെയും ടീം മെമ്പേഴ്സ് ഒരുമിച്ച് കണ്ട പിന്നെ തീർന്ന്. മിസ്റ്റർ കാങ് ഡോർ ഇങ്ങനെ തുറന്നു വരുന്നതും സാവുൻ പെട്ടെന്ന് തന്നെ വന്ന ഡോർ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും അവൻ തന്നെ ഡോർ തുറന്ന് ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. റൂമിന്റെ ഉള്ളിൽ ഹീജു ആണെങ്കിൽ പേടിച്ച് നിൽക്കുവാണ്. മിസ്റ്റർ കാങ് ആണെങ്കിൽ റൂമിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി മുട്ടി നിൽക്കുവാണ്. റൂമിനുള്ളിലേക്ക് കയറാൻ വേണ്ടി മിസ്റ്റർ കാങ് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ സാവുന്റെ അടുത്ത് അതൊന്നും നടക്കുന്നുമില്ല. ഇപ്പൊ ഇവന്റ് തുടങ്ങുന്നു. ഹീജു ഇന്റർപ്രറ്റർ ആയിട്ട് സാവുന്റെ കൂടെ സ്റ്റേജിലേക്ക് കയറുകയും ചെയ്യുന്നു. സാവുൻ സംസാരിക്കാൻ തുടങ്ങുന്നതും ഹീജുവും അവരുടെ പണി തുടങ്ങുന്നു. ഇത് സ്ക്രീനിലൂടെ കാണുന്ന അവരുടെ സെന്ററിലെ കൊളീഗ്സും അച്ഛനും എല്ലാം ഒരുപാട് ഹാപ്പി ആവുന്നു. ഹീജുവിനെ സ്റ്റേജിൽ കാണുന്ന സമയത്ത് അവർക്ക് ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത്. സാവുന്റെ സ്പീച്ച് കഴിയുന്നതും എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. സാവുനും ഹാപ്പി, ഹീജുവും ഹാപ്പി. ഇപ്പൊ ഹ്യോഗ്ജിൻ സാവുനെ വിളിച്ച് നീ ബിസി ആണോ, നീ പറഞ്ഞ ആ ക്വിസിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തു, പക്ഷെ എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഐ ശരി, അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചേ എന്ന് സാവുനും ചോദിക്കുന്നു. ഹ്യോഗ്ജിൻ അതല്ല, വേറൊരു കാര്യമുണ്ട്, ആ മിസ്സിംഗ് ആയ കുട്ടികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ട്വിൻസിനെ കുറിച്ച് നിനക്കറിയോ എന്ന് ചോദിക്കുന്നു. ട്വിൻസോ എന്ന് സാവുനും ചോദിക്കുന്നു. അങ്ങനെ വരുമ്പോ മിസ്സിംഗ് ആയ ഒരു കുട്ടിയുടെ ഫാമിലി പുറത്തുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അതായത് ഒരു കുട്ടിയുടെ ബ്രദർ. ഈ കേസ് ഡിഫിക്കൽട്ട് ആവാൻ കാരണം മിസ്സിംഗ് ആയ കുട്ടികളൊക്കെ അനാഥരായിരുന്നു എന്നുള്ളതാണ്. മിസ്സിംഗ് ആയ കുട്ടികളെ കുറിച്ച് ചോദിക്കാനോ പറയാനോ വേണ്ടി ഒരു ഫാമിലി മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ട്വിന്നിന്റെ ബ്രദറിനെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഹ്യോഗ്ജിൻ പറയുന്നു. കൂടെ തന്നെ ഇതൊക്കെ സത്യമായി വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എനിക്കുള്ളതാണ് കേട്ടോ എന്നും അവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കോള് കട്ട് ചെയ്ത ശേഷം അവനൊരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ആ അങ്കിളിനോട് ഇന്നലെ സംസാരിച്ച സമയത്ത് എവിടെയായിരുന്നു ആ ബാഗ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് അന്വേഷിച്ചുകൊണ്ടാണ് ഇപ്പൊ സാവുൻ പോകുന്നത്. ഈ സമയത്ത് ഇവിടെ ദോജെ ഡോറിന്റെ കാർ ഓപ്പൺ ചെയ്ത് കൊടുത്തുകൊണ്ട് സ്പോക്സ് പേഴ്സൺ നിന്നെ ഓഫീസിലേക്കാകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടെ കുടിക്കാൻ വേണ്ടി വെള്ളവും കൊടുക്കുന്നുണ്ട്. സാവുൻ ഇവിടെ ആ കുട്ടികളെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് അങ്കിൾ ഇത്ര വിഷമത്തോടെയും റെസ്പെക്റ്റോടുകൂടെയും ആ ബാഗ് തൊട്ടിട്ടുണ്ടായിരുന്നത് എന്ന് ഇപ്പോഴാണ് സാവുന് മനസ്സിലാവുന്നത്. അതിലുണ്ടായിരുന്ന കുട്ടികളെയാണ് ഇപ്പൊ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് അറിയുന്ന സാവുൻ വിഷമത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് ഹ്യോഗ്ജിൻ അവനെ വിളിക്കുവാണ്. സാവുൻ കോൾ എടുക്കുന്നതും ഹ്യോഗ്ജിൻ പോലീസ് എനിക്ക് അനുവാദം തന്നത് കാരണം ഞാൻ മിസ്സിംഗ് ആയ ഫാമിലിയുടെ DNA ഡാറ്റാബേസ് ചെക്ക് ചെയ്തു. ഓർഫനേജിൽ നിന്ന് മിസ്സായ ട്വിൻസിന്റെ ഫാമിലിയുടെ ഡാറ്റാബേസ് ഞാൻ ചെക്ക് ചെയ്തു. ആ ട്വിനിന്റെ ബ്രദറിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നീ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്, ഞാൻ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നവൻ പറയുന്നു. ഇവിടെ ഇതേ സമയം നമ്മുടെ ട്വിന്നിന്റെ ബ്രദർ കാറിൽ നിന്നും പുറത്തിറങ്ങുവാണ്. സാവുൻ വിളിക്കുന്നുണ്ട് എന്നാൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആരാണ് ആ ട്വിന്നിന്റെ ബ്രദർ എന്ന് മനസ്സിലായല്ലോ, ദോജയാണത്. എനിക്കിത് പണ്ടേ തോന്നിയതായിരുന്നു, പക്ഷേ അവന്റെ ആക്ടിങ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ഈ ക്യൂട്ടായിട്ടിരിക്കുന്നവന്മാരാണ് ഒടുക്കത്തെ വില്ലന്മാരാവാനുള്ള സാധ്യതയുള്ളത് എന്ന് വിൻസെൻസോ കണ്ടപ്പോ തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദോജയായതിൽ എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. ഹീജു ആണെങ്കിൽ ഇവിടെ മയങ്ങി കിടക്കുവാണ്. കാരണം എന്താണെന്നറിയോ, ദോജയെ കൊടുത്ത വെള്ളം തന്നെ. ദോജയാണ് ട്വിൻ എന്നറിഞ്ഞൊരു ഷോക്കിലായിരുന്നു സാവൻ അവനെ കോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ സാവൻ നേരെ ഹീജുവിന് കോൾ ചെയ്യുവാണ്. ഹീജു കോൾ എടുക്കാത്തത് കണ്ട് ഇപ്പൊ സാവന് ഷോക്ക് മാത്രമല്ല പേടിയോ ആവുകയാണ്. അവന് പേടി, നമ്മളിതൊക്കെ എത്ര കണ്ടതാ. ദോജേനെ എനിക്ക് ആദ്യം മുതലേ ഡൗട്ടായിരുന്നു. അവന്റെ കൂടെ ഉണ്ടായിട്ടും സാവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് 9ാമത്തെ എപ്പിസോഡ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.